ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ 2019 ദേവസ്വം ബോർഡിനെ 8ാം പ്രതിയാക്കിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലുമില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. ശബരിമലയിലെ കവർച്ചയില് ദേവസ്വം ബോർഡിന് യാതൊരു പങ്കുമില്ലെന്നാണ് നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ തന്നെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് തന്നെ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കിയിരിക്കുന്നു. ഏതാണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ദേവസ്വം മന്ത്രി വാസവൻ സഖാവും പറഞ്ഞിരുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്കിന് വിലയില്ലെങ്കിൽ വെറും മന്ത്രിയായ വാസവന്റെ വാക്കുകൾക്ക് കീറ പഴന്തുണിയുടെ വില പോലുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പമാണ് ED വന്നേക്കുന്നുള്ള പേടി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ ഈ അന്വേഷണത്തിൽ ഇടപെട്ടേക്കുന്നുള്ള ഒരു പേടിയല്ല വരുമെന്ന് ഉറപ്പായിരിക്കുക. ഇടപെടാമെന്ന് അവർക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുക. അവർ വന്നാലത്തെ സ്തുതി ഓർത്ത് നെഞ്ചകത്ത് തീ പിടിച്ചു തുടങ്ങിയിരിക്കുക. എല്ലാ പ്രതിരോധവും പാടി സർക്കാരും പാർട്ടിയും പത്മവ്യൂഹത്തിനകപ്പെട്ടിരിക്കുക. പുറത്തേക്ക് വരാനുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. 4.5 കിലോ സ്വർണം ആവിയായി പോയെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 4.5 കിലോയുടെ വലിപ്പമല്ല, അതിന്റെ വിലയുമല്ല പ്രധാനം. അത് പ്രധാനമല്ലെന്നല്ല, അതല്ല പ്രധാനപ്പെട്ട വിഷയം. ഇത് ശബരിമലയിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ശബരിമല എന്ന് പറഞ്ഞാല് ലക്ഷോപലക്ഷം ആളുകൾ ഒരു പുണ്യ കേന്ദ്രമായിട്ട് കണ്ട് വണങ്ങുന്ന ഇടമാണ്. അതുമാത്രമല്ല, കേരളത്തിലെ ഹൈന്ദവ ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ കോടിക്കണക്കിന് രൂപയാണ് ഒരു സീസണില് മണ്ഡലകാലത്തും മകരവിളക്കിനുമൊക്കെ അവിടെ ഭണ്ഡാരത്തിൽ വന്ന് വീഴുന്നത്. അതുപോലെ ഒരു സ്ഥലത്ത് അവിടെ എല്ലാവർക്കും കാണാവുന്ന സ്ഥാനത്തുള്ള സ്വർണം ഇളക്കിയെടുത്തുകൊണ്ട് പോയി ഉരുക്കിയോ അല്ലാതെയോ വിറ്റു എന്ന് പറയുമ്പോൾ ആ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ആലോചിക്കണം. ഭക്തജനങ്ങളുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന മറ്റൊരു കാര്യമുണ്ട്. അവിടെ കാണിക്കേറ്റിടുന്ന കോടിക്കണക്കിന് രൂപ അതെവിടെ പോയി കാണും? പറഞ്ഞില്ലേ, അതിന് കണക്കില്ല. കോടിക്കണക്കിന് ഭണ്ഡാരത്തിൽ വന്ന് വീഴുകയാണ്. ഇവിടെ നമുക്ക് കാണാവുന്ന സ്ഥലത്ത് നിൽക്കുന്ന സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകുന്നവർക്ക് ഈ ഭണ്ഡാരത്തിൽ വന്ന് വീഴുന്ന പണം കവർച്ച ചെയ്യാൻ എന്താണ് തടസ്സം? അത് ഓർക്കുമ്പോഴാണ് യഥാർത്ഥ ശബരിമല ഭക്തർക്ക് ആശങ്കയേറുന്നത്. ശബരിമല ഭരിക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ്. അതുകൊണ്ടാണ് അവരെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മുൻകൂർ പ്രസ്താവന നടത്തിയത്. ഇപ്പോഴത് സ്വയം റദ്ദായിരിക്കുകയാണ്. ഏതായാലും കവർച്ച പുറത്തായി. അതിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഒതുക്കി നിർത്താനായിരുന്നു സർക്കാരിന്റെ തീരുമാനം. അത് ദേവസ്വം ബോർഡിലേക്ക് വരരുത്. നമുക്കറിയാം, സന്നിധാനത്ത് നടക്കുന്ന ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അതിന്റെ പ്രസിഡന്റും അംഗങ്ങളും അറിയാതെയാണെന്ന് ആരാണ് വിശ്വസിക്കുക? അവരുടെ അറിവില്ലാതെ നടക്കുമോ? പക്ഷേ അന്വേഷണം ഉദ്യോഗസ്ഥരെ ഒതുക്കി നിർത്തി മുകളിലോട്ട് വരാതിരിക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. ദേവസ്വം ബോർഡും കഴിഞ്ഞാൽ ചിലപ്പോൾ അതാത് കാലത്തെ ദേവസ്വം മന്ത്രിമാരിലേക്ക് അന്വേഷണം നീളാം. അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടി വരും. അത് വല്ലാത്ത പ്രതിസന്ധി പാർട്ടിക്കും ഗവൺമെന്റിനും ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ ഒരു മുഴം കൂട്ടി ഒരേറെറിഞ്ഞതായിരുന്നു ഈ പ്രസ്താവന. അതായത് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത്. അത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൂടിയായിരുന്നു. എങ്ങനെ വേണം അന്വേഷണം പോകേണ്ടത്, എവിടെ വരെ എത്തണം, ഏത് പോയിന്റ് മുതൽ മുകളിലോട്ട് പോകരുത്, അതായിരുന്നു ആ പ്രസ്താവനയിൽ അടങ്ങിയിരുന്നത്. പക്ഷെ വിജിലൻസിന്റെ റിപ്പോർട്ട് എല്ലാം തകിടം മറിച്ചു. വളരെ കൃത്യമായിട്ട് ബോർഡിന്റെ പങ്ക് അതിൽ രേഖപ്പെടുത്തിയതോടുകൂടി നടപടി എടുക്കാൻ മേലാതെ വന്നു. മാത്രമല്ല, ED വരുന്നു. ED വന്ന് അന്വേഷിക്കുമ്പോഴേ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന എന്തെങ്കിലും കണ്ടെത്തിയാലേ പിന്നെ ഈ അന്വേഷിക്കുന്നവരുടെ കാര്യം വെള്ളത്തിലാവും. അതുകൊണ്ട് അവര് കൃത്യമായിട്ട് നടപടിയെടുത്തു. ദേവസ്വം ബോർഡിനെ കൂടെ പ്രതിയാക്കി. അതോ അന്വേഷണം എന്നാൽ ദേവസ്വം ബോർഡ് വരെ വന്നോട്ടെ, അതിനു മുകളിൽ വരാതിരിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ ബോർഡിനെ അന്വേഷണ സംഘത്തിന്റെയും ED-യുടെയും മുന്നിലേക്ക് ഇട്ടുകൊടുത്തതുമാണോ? ആ സംശയവും അവിടെയുണ്ട്. ദേവസ്വം ബോർഡിനെ കൂടെ പ്രതിയാക്കിയതോടെ CPM-ഉം CPI-യും ഇതിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. CPM സെക്രട്ടറി നമ്മുടെ ഗോവിന്ദൻ മാഷ്, അദ്ദേഹം ഇതിനെപ്പറ്റി ഞഞ്ഞാമിഞ്ഞ എന്നൊക്കെ പറഞ്ഞതല്ലാതെ കാര്യമായ ഒരു നിലപാടെടുത്തിരുന്നില്ല. അദ്ദേഹം ആ കൂടെ പറഞ്ഞത് അന്വേഷണം കഴിഞ്ഞതിന് ശേഷം ശാസ്ത്രീയമായി മറുപടി പറയാമെന്ന അശാസ്ത്രീയമായ ഒരു മറുപടിയാണ്. അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിരുന്നില്ല. നമ്മുടെ CPI-യുടെ സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയതായിട്ട് അറിവില്ല. പക്ഷെ ഇനി അത് സാധിക്കില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരംഗവും CPM-ൽ നിന്നുള്ളതാണ്, ഒരംഗം
CPIയുടെ പ്രതിനിധിയും. 2019 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് A. പത്മകുമാറാണ്. അദ്ദേഹം CPMന്റെ MLA ആയിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആവുന്ന കാലത്ത് CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു അംഗം N. വിജയകുമാർ, അദ്ദേഹം CPMന്റെ പ്രതിനിധിയായിട്ട് വന്നതാണ്. മൂന്നാമത്തെ ആള് CPIയുടെ നോമിനിയാണ് KP ശങ്കരദാസ്. ഇവരൊക്കെ പ്രതികൂട്ടി നിൽക്കുമ്പോൾ CPMനോ CPIക്കോ നിശബ്ദരായിട്ട് നിൽക്കാൻ സാധിക്കുമോ? അവർ മറുപടി പറയേണ്ടി വരില്ലേ? 2019 ദേവസ്വം ബോർഡിനെ മാത്രമേ ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സംശയത്തിന് നിഴലിലാണ്. 2025 ഈ ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാനോ പൂശാനോ ആയിട്ട് ഇളക്കിയെടുക്കുമ്പോൾ അത് ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല. അത് മാത്രമല്ല, നിലവിലുള്ള ഹൈക്കോടതി വിധി അനുസരിച്ച് ഹൈക്കോടതിയുടെ അനുമതി തേടേണ്ടതായിരുന്നു. ഇത് രണ്ടും ചെയ്തിട്ടില്ല. അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഭരണത്തിലിരിക്കുമ്പോഴാണ്. ഇത് നിസ്സാരമായ കാര്യമല്ല. ഈ രണ്ടാമത് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കുന്നില്ല? അദ്ദേഹത്തെ അറിയിക്കാതെ എന്തുകൊണ്ട് കൊണ്ടുപോകണം? ഇത് അദ്ദേഹത്തെ അറിയിച്ചിട്ട് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം ഇപ്പോഴത്തെ ബോർഡിനുള്ളതാണ്. അത് വിജിലൻസ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പോൾ ഒരു വലിയ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് നമുക്ക് ദൃശ്യമായിരിക്കുന്നത്. അന്വേഷിച്ച് ചെല്ലുമ്പോഴേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് എത്രയോ വിസ്തൃതമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാല്, തെക്ക് വടക്ക് മൂലകളിലെ പാളികളും വിളക്കി കൊണ്ടുപോയി കൃത്രിമം നടത്തിയതായി സംശയമുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. അതേക്കുറിച്ച് അന്വേഷണം നടന്നിട്ടില്ല. ഇതുവരെ ന്യായീകരണ തൊഴിലാളികളാണ് ഈ സർക്കാരിനെ നിലനിർത്തിയിരുന്നത്. ഇപ്പോൾ അന്വേഷണം വളരെ വിപുലമായ തോതിൽ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾക്കോ ക്യാപ്സ്യൂളുകൾക്കോ യാതൊരു പ്രസക്തിയും ഇല്ലാതെ വരികയാണ്. ശിവൻകുട്ടി ആദ്യം വന്നു, വാസവൻ നേരത്തെ ഉണ്ട്, പിന്നീട് മന്ത്രി ബാലഗോപാൽ വന്നു, ഇപ്പോൾ സാക്ഷാൽ MA ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മന്ത്രി വാസവന് ED ഒക്കെ വെറും പുല്ല. അവർ വന്നാലെന്താ? അവരൊന്ന് അന്വേഷിക്കട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. അന്വേഷിക്കാൻ വരുന്നവരെ അന്വേഷിച്ചിട്ട് പോകും. ചേട്ടാ, ഇത് എത്ര ED കണ്ടതാ? ഇപ്പൊ തന്നെ എന്താ സംഭവിച്ചത്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ, അദ്ദേഹത്തിനെതിരെ ED സമൻസ് അയച്ചു. ശരിയാ, സമൻസ് അയച്ചു. ഞങ്ങൾ അതങ്ങ് മടക്കി. പിന്നിട്ട് എന്ത് സംഭവിച്ചു? എവിടെ സമൻസ്? നിങ്ങൾ വളരെ കൊട്ടിഘോഷിച്ച് പറഞ്ഞാണല്ലോ. ആ സമൻസ് പോയ വഴിക്ക് പുല്ല് കളിച്ചിട്ടില്ല. അതായത് ശബരിമലയിലെ സ്വർണം ആവിയായതിനേക്കാൾ വളരെ എളുപ്പത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ടുള്ള സമൻസ് ആവിയായി പോയത്. ശരിയുടെ ED എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അത് ആരുടെ കീഴിലാ? അത് ഞങ്ങളുടെ അമിത്ഷായുടെയും നിർമ്മല സീതാരാമന്റെയും ഒക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാ. പിന്നെ ഞങ്ങൾ എന്തിനാ പേടിക്കുന്നേ? അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ടുള്ള സമൻസിന്റെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചതെങ്കിൽ ഞങ്ങൾ എന്തിനാ പിന്നീട് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ കാര്യത്തിൽ ED വരുന്നതിൽ വേവലാതിപ്പെടുന്നത്? പിന്നെ ചില ലവന്മാർ പറഞ്ഞു നടക്കുന്നുണ്ട്, ഈ സമൻസ് വന്നതൊന്നും പാർട്ടിയെ അറിയിച്ചിട്ടില്ലെന്ന്. ഇതൊക്കെ എന്തിനാ പാർട്ടി അറിയിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മളൊക്കെ പാർട്ടിക്കാർ. പക്ഷെ നമ്മുടെ മക്കളൊക്കെ എന്തുവാ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർ ചില ബിസിനസ്സിലൊക്കെ ഏർപ്പെടും, കള്ളപ്പണം വെളുപ്പിക്കും, വെള്ളപ്പണം കറപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു കേസ് വന്നാല്, മക്കളുടെ പേരിൽ ഒരു കേസ് വന്നാല് എന്തിനാണത് പാർട്ടി അറിയിക്കുന്നത്? നാട്ടുകാരെ അറിയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നാണക്കേട് ഉണ്ടാകുന്നല്ലാതെ അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഇനി അറിയിച്ചില്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അതും കൂടെ ഒന്ന് നോക്കണമല്ലോ. അറിയിച്ചില്ല എന്ന് ആരാ പറഞ്ഞത്? ഇപ്പൊ തന്നെ നമ്മുടെ MA ബേബി സഖാവ് എന്താ പറഞ്ഞത്? അത് പിൻവലിച്ചെന്നാ. അത് കെട്ടിച്ചമച്ചതും അസംബന്ധവുമായതുകൊണ്ട് ED അതങ്ങ് പിൻവലിച്ചു എന്നാ പറഞ്ഞത്. കണ്ടോ? പിണറായി വിജയനും കുടുംബത്തിനും മാത്രം അറിയാവുന്ന ഒരു കാര്യം നമ്മുടെ ബേബി സഖാവ് ഇതുപോലെ തുറന്നു പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? പാർട്ടി സെക്രട്ടറിയൊക്കെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടെന്നല്ലേ? മാത്രമല്ല, ഈ സമൻസ് അയച്ച EDയിലെ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സർവീസിലുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. കാരണം മുഖ്യമന്ത്രിയുടെ മകനെ പോലെ ഒരാൾക്ക് ഒരു സമൻസ് കെട്ടിച്ചമച്ച് അയക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ പണി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു സംശയമുള്ളത്, ഏതെങ്കിലും കോൺഗ്രസ്സുകാര് ഇതുപോലൊരു വ്യാജ സമൻസ് ഉണ്ടാക്കിയിട്ട് അയക്കുകയും പിന്നീട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോഴത് മനോരമയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. അങ്ങനെ വളരെ വിശേഷാൽ ന്യായീകരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഷയമായിട്ട് ബന്ധമില്ലെങ്കിലും മറ്റൊരു രസകരമായ വിശദീകരണം കൂടെ പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് പേരാമ്പ്രയിൽ വടകരയിൽ നിന്നുള്ള ലോക്സഭാംഗമായ ഷാബി പറമ്പിലിനെ
പോലീസ് സാമാന്യം മോശമില്ലാത്ത രീതിയിൽ ഭേദ്യം ചെയ്തു. പക്ഷെ അവിടുത്തെ റൂറൽ SP ബൈജു സാർ പറയുന്നത് ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നാണ്. ഈ ലാത്തി ചാർജ് എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനമുണ്ട്. ആദ്യം കമാൻഡ് കൊടുക്കും, പിന്നീട് വിസിലടിക്കും, എന്നിട്ട് അവിടെയുള്ള ആളുകളെ അടിച്ചോടിക്കും. അതിനെയാണ് ലാത്തി ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാബിക്ക് നേരെ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല. പക്ഷെ പോലീസുകാർ നല്ല ഭംഗിയായിട്ട് തല്ലിയിട്ടുണ്ട്. പുറയിൽ നിന്ന് അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. അത് മാത്രമല്ല, ആ അടിയുടെ ശബ്ദം, ആ പയ്യന്റെ മൂക്കിൽ അടിക്കുന്നതിന്റെ ശബ്ദം ഈ ടെലിവിഷൻ ചാനലുകളിൽ ഈ ദൃശ്യം കണ്ടവരെല്ലാം കേട്ടതാ. പക്ഷെ അത് ലാത്തി ചാർജ് അല്ല. അതിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. അത് വെറും അടിയ. അപ്പൊ റൂറൽ സാറേ, ഈ കമാൻഡ് ഇല്ലാതെ പോലീസുകാരെ ലാത്തി കൊണ്ട് അടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരന്റെ മൂക്കിന്റെ പാലം തകർക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാത്തി ചാർജ് എന്ന് പറ്റത്തില്ല. ലാത്തി തല്ല് എന്നോ മറ്റോ പറയാൻ സാധിക്കുമോ? അതോടെ ഈ കമാൻഡോടുകൂടി നടത്തുന്ന ലാത്തി ചാർജിന്റെ അടിക്കാണോ, അതോ ഇതുപോലെ ഷാബിയെ തല്ലിയതുപോലെയുള്ള വെറും തല്ലലിനാണോ വേദന കൂടുതൽ? ഏതാ കൂടുതൽ അപകടകാരി? ഇതോടൊപ്പം വേറൊരു കാര്യം കൂടെ ചോദിച്ചു പോവുക. നമ്മുടെ റൂറൽ SP ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വടകരയിൽ നടന്ന ഒരു പൊതു ചടങ്ങിലാണത്രേ. അവിടെ പ്രസംഗിക്കുമ്പോഴാണ്. അല്ല സാറേ, ഒരു സംശയം ചോദിക്കുക. ഇതുപോലുള്ള പൊതുയോഗങ്ങളിൽ ഇത്തരത്തിൽ വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പോലീസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതുപോലെ പറയാൻ പറ്റുമോ? അത് ശരിയാണോ? അറിയാത്തതുകൊണ്ട് ചോദിച്ചു പോയതാണ്.